നമസ്കാരം. മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വൃശ്ചികപ്പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജനത്തിരക്ക്. തന്ത്രി കണ്ഠരർ രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. ഇന്ന് 7000 പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിരാവിലെ 3 മണിക്ക് തുറന്ന ശബരിമല നട ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. ബിജെപിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ. ബിജെപി നേതൃത്വത്തോടെ ഇടഞ്ഞാണ് സന്ദീപിന്റെ പാർട്ടി മാറ്റം. കെപിസിസി നേതൃത്വത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത്. നേതാക്കൾ കൈകൊടുത്തും ഷാൾ അണിയിച്ചും ആലിംഗനം ചെയ്തും സ്വീകരിച്ചു. വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപിന് ഇരിപ്പിടം നൽകി. വയനാട് ദുരിതബാധിതരോടുള്ള കേന്ദ്ര സർക്കാർ സമീപനം കൊടും ക്രൂരതയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യൻ ചരിത്രത്തിലില്ലാത്ത യാതനകളാണ് വയനാടുകാർ ഇതിനകം അനുഭവിച്ചത്. വേദനയിൽ ആശ്വാസം പകരേണ്ട സർക്കാർ നിസ്സംഗരായിരിക്കുന്നത് ഖേദകരമാണെന്ന് ശിഹാബ് തങ്ങൾ കുറ്റപ്പെടുത്തി. 3 രാജ്യങ്ങളിലെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിലേക്കാണ് മോദിയുടെ യാത്ര. ഉത്തർപ്രദേശിലെ താൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരിച്ചു. 16 കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രചരണ വിഭാഗം മേധാവി കരോലിന ലെവിറ്റിനെ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയാക്കി ഡൊണാൾഡ് ട്രംപ്. US ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈറ്റ് ഹൌസ് സെക്രട്ടറിയാണ് ലെവിറ്റ്. ഇസ്രായേൽ രാജ്യത്തെ അംഗീകരിക്കില്ലെന്നും ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. പെറുവിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വടക്കു കിഴക്കൻ സ്പാനിഷ് നഗരമായ സരോഗോസയ്ക്ക് സമീപമുള്ള നഴ്സിംഗ് ഹോമിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ 10 പേർ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഡിമെൻഷ്യയും മറ്റ് മാനസിക പ്രശ്നങ്ങളും ഉള്ളവർക്കുള്ള നഴ്സിംഗ് ഹോമിലാണ് തീപിടുത്തമുണ്ടായത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഫിൻലാൻഡിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ മാസങ്ങളിൽ ഫിൻലാൻഡിൽ തൊഴിലില്ലായ്മ നിരക്ക് 8.4% ഉയർന്നതായി സൂചിപ്പിക്കുന്നു. ഇത് 2018 ജനുവരിക്ക് ശേഷമുള്ള ഉയർന്ന നിരക്കാണ്. ആർക്കിടെക്റ്റുകൾ, നിർമ്മാണ തൊഴിലാളികൾ, റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ, റെസ്റ്റോറന്റ്, സാങ്കേതിക വ്യവസായ മേഖലയിലെ വിവിധ തൊഴിൽ ഗ്രൂപ്പുകൾ എന്നിവിടങ്ങളിൽ അടുത്തിടെ കൂടുതൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 4ാം T20യിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ ജയം. ജോഹന്നാസ്ബർഗിൽ നടന്ന മത്സരത്തിൽ 135 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ തിലക് വർമ്മ, സഞ്ജു സാംസൺ എന്നിവരുടെ കരുത്തിൽ 283 റൺസാണ് അടിച്ചെടുത്തത്. മോർണിംഗ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.